ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹണ്ടർ കമ്മീഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മീഷനാണ്. എന്തുമായി ബന്ധപ്പെട്ട കമ്മീഷനാണെന്ന് അറിയില്ലേ? ജാലിയൻ വാലാബാഗ് മാസാക്കറുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ്. ജാലിയൻ വാലാബാഗ് മാസാക്കർ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ ജാലിയൻ വാലാബാഗ് മാസാക്കർ കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഇതാണ് അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഏതാ വർഷം? റിപ്പോർട്ട് വന്ന വർഷം 1920 ഫൈനൽ റിപ്പോർട്ട് കെയിം ഇൻ 1920. അപ്പോൾ ജനറൽ ഡയർ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന രീതിയിൽ ആ ആർമി ആക്ഷനിൽ, പോലീസ് ആക്ഷനിൽ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കമ്മീഷൻ നിയമിച്ചത്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കമ്മീഷൻ, ഈ ഹണ്ടർ കമ്മീഷൻ നിയമിച്ചത് ഗവൺമെൻറ്. അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് 1920 പറഞ്ഞു. ഇതിന് ഗ്രേവ് എറർ എന്നാണ് പറയുന്നത്. റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള എററാണ് ഡയറിൻ്റെ ഭാഗത്തു നിന്നുള്ളത്, ജനറൽ ഡയറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്താ കാര്യം? കാരണം ഒന്ന്, ഈ പറഞ്ഞ പോലെ നോട്ടീസ് ഇല്ലാതെ, പ്രയർ നോട്ടീസ് ഇല്ലാതെ വെടിവെക്കുകയായിരുന്നു. രണ്ട്, ഈ പറഞ്ഞ പോലെ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്തേ ഇല്ല. വെടികൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ തിക്കിലും തിരക്കിലും പെട്ട് വീണ് കിടക്കുന്ന ഇഞ്ചേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സംരക്ഷിക്കാനൊന്നും ചെയ്തില്ല. അപ്പോൾ ഈ രണ്ട് കാരണത്താലും വളരെ ഗ്രേവ് ആയിട്ടുള്ള എററാണ് അദ്ദേഹം കമ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഓവർ സ്റ്റെപ്ഡ് ദ അതോറിറ്റി. എന്താണ് ഓവർ സ്റ്റെപ്ഡ് ദ അതോറിറ്റി? എപ്പോഴും ഒരു ഓഫീസർക്ക് ഉണ്ടാകുന്ന ഒരു അതോറിറ്റി ഉണ്ടാവും, അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതിന് മുകളിൽ ചെയ്യാനുള്ള അധികാരം ആർക്കുമില്ല. അപ്പോൾ ആ ഓഫീസർ എന്താണ് ചെയ്തിരിക്കുന്നത്? ഹി ഹാസ് ഓവർ സ്റ്റെപ്ഡ് ദ അതോറിറ്റി എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ അധികാര പരിധികൾക്ക് അപ്പുറം ആണ് അയാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും ഇത്ര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻഹ്യൂമൺ ആൻഡ് അൺബ്രിട്ടീഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹ്യൂമാനിറ്റിയുടെ ഒരു കണിക പോലും ഇല്ലാത്ത ഒരു പ്രവൃത്തിയായി പോയി ഇത് എന്ന രീതിയിൽ പറയുന്നു. അൺബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാർ പോലും ചെയ്യില്ല, അൺബ്രിട്ടീഷ് എന്നാണ് പറഞ്ഞത്. അവരുടെ സ്റ്റാൻഡേർഡ്സ് വെച്ച് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണെന്നാണ് അവർ പറയുന്നത്. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞിരിക്കുന്ന ഈ കമൻറ്റ് പറഞ്ഞിരിക്കുന്നത് മോൺസ്ട്രസ്, അതിഭീകരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭയാനകമായിട്ടുള്ളൊരു കാര്യമാണ് നടന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. വിൻസ്റ്റൺ ചർച്ചിൽ ഇന്ത്യക്കാരെ തീരെ ഇഷ്ടപ്പെടാത്ത ആളാണ്, പക്ഷേ അയാൾ പോലും പറഞ്ഞു മോൺസ്ട്രസ് ആണെന്ന് പറഞ്ഞു. എന്താണ് ആക്ഷൻ ഉണ്ടായത്? ഹി വാസ് റീകോൾഡ് ടു ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വിളിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ലീഗൽ ആക്ഷൻ വല്ലതും ഉണ്ടായോ? ഇല്ല, ഒരു ലീഗൽ ആക്ഷനും റിപ്പോർട്ടിന് ശേഷം ഉണ്ടായിട്ടില്ല. റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഇയാളുടെ അധികാരപരിധി ലംഘിച്ചുവെന്നും, അതുപോലെ തന്നെ വളരെ മോൺസ്ട്രസ് ആയിട്ടുള്ള ഭയാനകമായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് പുള്ളി ചെയ്തതെന്നും, ഇൻഹ്യൂമൺ ആണെന്നൊക്കെ പറഞ്ഞെങ്കിലും അൾട്ടിമേറ്റ്ലി എന്താ സംഭവിച്ച്? ഒന്നും ചെയ്തില്ല, ലീഗൽ ആക്ഷനൊന്നും എടുത്തില്ല. പുള്ളി ഹാഫ് പേയും വാങ്ങി ആർമി പെൻഷനും മേടിച്ച് സുഖമായി, ആർമി പെൻഷനും പുള്ളി കിട്ടിയിരുന്നു, സുഖമായിട്ട് ഇംഗ്ലണ്ടിൽ ജീവിക്കുകയാണ് ചെയ്തത്. ഇംഗ്ലണ്ടിലെ കാര്യം എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിൽ പുള്ളി വലിയ ഹീറോ ആയിരുന്നു. മാത്രമല്ല 26,000 പൗണ്ടാണ് ഇയാൾക്ക് വേണ്ടി അവിടെ റേസ് ചെയ്തത്. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, റുഡിയാർഡ് കിപ്ലിംഗ് ഇല്ലേ, റുഡിയാർഡ് കിപ്ലിംഗ് ഏത് പ്രസിദ്ധ നോവലാണ്? ജംഗിൾ ബുക്ക് എഴുതിയ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഈ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഈ ഡയറിനെ അനുകൂലിച്ചുകൊണ്ട് അയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് റുഡിയാർഡ് കിപ്ലിംഗ് ആണ്, ജംഗിൾ ബുക്ക് എഴുതിയത്. അപ്പോൾ അവിടെ ഒരു സെൻറ്റിമെൻറ്റ്സ് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട്, ജാലിയൻ വാലാബാഗ് മസക്കർ, അത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. 1920 ഫൈനൽ റിപ്പോർട്ട് വന്നത്. ഗ്രേവ് എററാണെന്നും അതോറിറ്റി ഓവർ സ്റ്റെപ്പ് ചെയ്യുന്നു, ഇൻഹ്യൂമൺ ആക്ട് ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കാര്യമായ ആക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഹാഫ് പേ മേടിച്ച്, അതുപോലെ തന്നെ ആർമി പെൻഷനും മേടിച്ച് ഹണ്ടർ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇംഗ്ലണ്ടിൽ അയാളെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരാളായിരുന്നു. കുറേ പേരെങ്കിലും അദ്ദേഹത്തെ അനുകൂലിച്ചിരുന്നു. ഇതാണ് ഹണ്ടർ കമ്മീഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തോ.